ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. മുത്തശ്ശിയും മനോഹരനും അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മേഘയും എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരുക്കത്തിലാണ്. അപ്പോൾ മുത്തശ്ശിയോട് മനോഹരൻ പറയാണ്, ചേച്ചി ചേച്ചി എന്ന് പറയാണ്. ചേച്ചി. അപ്പോൾ മുത്തശ്ശി പറയാണ്, എങ്ങോട്ടാ പോകുന്നേ? മേഘ ഒരാളെ കാണാൻ പോകുന്നു. ചേച്ചി ചേച്ചി പറയാമെടാ. പറയാന്ന് പറയുന്നത് എന്താ പറയാനുള്ളത്? എന്താ രണ്ടുപേരും രഹസ്യം പറയുന്നു? അത് ഒന്നുമില്ല മേഘ, ചന്ദ്രിക നിന്നോട് പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. അതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കാനാ. അപ്പോൾ മേഘ പറയാണ്, എന്താ പറയാനുള്ളത്? ചോദിക്കുക, ശരിക്കും നിൻ്റെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. മേഘ, വാട്ട് ഈസ് യുവർ എയിം? എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അമ്മാവന് അറിയില്ലേ? എന്നെ തെരുവിലിറക്കിയ ചന്ദ്രികയെ ഇല്ലാതാക്കണം. എൻ്റെ ഉദ്ദേശം അത് മാത്രമാണ്. അപ്പം മനോഹരൻ, അയ്യോ, അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളവൾ ബുദ്ധിയോടെ പെരുമാറണം. ചന്ദ്രിക ഇപ്പോൾ വളരെ സ്ട്രോങ്ങാ. ചന്ദ്രികയോട് നിനക്ക് ജയിക്കണമെങ്കിൽ അവളെ ദുർബലയാക്കണം നീ. ദേ നോക്ക്, ചന്ദ്രിക ഒരു ആനയാണ്. ആ ആനയെ വേണം നീ തളയ്ക്കാൻ. ഒരാനയോട് ഒരാൾക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. തന്ത്രം കൊണ്ടും തോട്ടി കൊണ്ടേ ജയിക്കാൻ പറ്റും. നീ ആനയെ വീഴ്ത്തണമെങ്കിൽ കുഴി കുഴിച്ചേ വീഴ്ത്താൻ പറ്റും. എനിക്ക് മുത്തശ്ശി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നത് പോലെ പറയാം. ചന്ദ്രികയെ നിനക്ക് ഇല്ലാതാക്കണമെങ്കിൽ അവളുടെ തൊട്ടടുത്ത് തന്നെ നീ ഇരിക്കണം. ഇത്രയും നാൾ അതിനൊരു അവസരമേ ഇല്ലായിരുന്നു. ഇപ്പോൾ അതിനൊരവസരം നിന്നെ തേടി വന്നിരിക്കുക. ചന്ദ്രിക നിന്നെ അവളുടെ ഒപ്പം നിന്ന് ജോലി ചെയ്യാൻ വിളിക്കുക. നീ അവൾ പറഞ്ഞത് കേൾക്കാതെ അവളുടെ കൂടെ ജോലിക്ക് പോവില്ല എന്ന് പറയുന്നു. പക്ഷേ നീ അവളുടെ കൂടെ നിന്നാൽ, അവളെ ചേർന്ന് നിന്നാൽ നിനക്ക് നിസ്സഹായം അവളെ വഞ്ചിക്കാനും നീ ഉദ്ദേശിച്ച കാര്യം സാധിക്കാനും പറ്റും. വലിയ വലിയ രാജാക്കന്മാർ പോലും യുദ്ധം ചെയ്ത് ജയിക്കാനാവാതെ അവരൊക്കെ തന്ത്രം കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചന്ദ്രികയുടെ കൂടെ ജോലിക്ക് കയറുന്നത് പോലെ അഭിനയിച്ച് കൂടെ നിന്ന് വിശ്വാസം ഉണ്ടാക്കി അവളെ നീ തെരുവിലേക്ക് ഇറക്കണം. ശത്രുവായിട്ട് നിൽക്കുന്നതിന് പകരം നീ മിത്രമായിട്ട് അഭിനയിച്ചാൽ നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. നീ ഇപ്പോൾ ചന്ദ്രികയുടെ ശത്രുവായിട്ട് നിന്നിട്ട് ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ കൂടെ നിന്ന് അവളെ വഞ്ചിച്ച് പിന്നെ ഈസി ആയിട്ട് വേണമെങ്കിൽ അവളെ തോൽപ്പിക്കാം. ശരി, മുത്തശ്ശി പറയുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ മേഘയുടെ മുത്തശ്ശി ഒന്നുകൂടി പറയാണ്, നന്നായിട്ട് ആലോചിക്ക്. മേഘ പോയി കഴിഞ്ഞപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, ചേച്ചി ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ തകർന്നത് ചേച്ചിയുടെ നിർദ്ദേശപ്രകാരമാണോ? എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അതല്ല ചേച്ചി, ഒരു സാധാരണ ചന്ദ്രികയെ ഇല്ലാതാക്കാൻ തന്നെ ചേച്ചി ഇത്ര വലിയ സ്കെച്ചല്ലേ ഇട്ടത്? എടാ, ചില കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. എങ്ങനെയെങ്കിലും മേഘ ജോലിക്ക് പോകണം. ചന്ദ്രികയുടെ അടുത്ത് തന്നെ ജോലിക്ക് കയറിയാൽ കുറേശ്ശെയായിട്ട് മാറുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചന്ദ്രികയെ ഇല്ലാതാക്കുന്നതായിരിക്കും മേഘയുടെ ലക്ഷ്യം. പക്ഷേ മേഘ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ചേച്ചി പറഞ്ഞത് ശരിയാ. ഇപ്പോൾ ചേച്ചി പച്ചക്കറി അരിഞ്ഞിട്. നാട് തന്നെ മുടിച്ചവളാ ഈ ചേച്ചി. ഇപ്പോൾ മേഘയ്ക്ക് ഉപദേശം കൊടുക്കുന്നു. എന്താ നടക്കുന്നത് നോക്കാം. ലക്ഷ്മി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അതിൻ്റെ സൈഡിൽ കൂടി ഒരു പാവ കണക്ക് നടന്നിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ അത് കണ്ട ലക്ഷ്മി പറയാണ്, ചന്ദ്രികേ, എന്താമ്മേ, ഇങ്ങോട്ട് വാ, നിന്നോട് ചോദിക്കട്ടെ. എന്താ അമ്മേ? പറയാമ്മേ. എന്താ മോളെ നീ ആലോചിക്കുന്നത്? മേഘയെ കണ്ടായിരുന്നോ? കണ്ടിരുന്നു. മേഘ എന്ത് പറഞ്ഞു? ചന്ദ്രിക വിഷമത്തോടെ നിൽക്കുകയാണ് ലക്ഷ്മിയുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, ചന്ദ്രിക, എന്താ മോളെ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, മേഘയ്ക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വരുന്നില്ല എന്നും അവൾ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറയാണ്, അവൾക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട, അതോർത്ത് നീ വിഷമിക്കണ്ട.
അവൾ ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ടാണ് നിന്നോട് പോയി സംസാരിക്കാൻ പറഞ്ഞത്. സാരമില്ലമ്മേ. ചന്ദ്രിക അതും പറഞ്ഞ് ഒരു പാവ കണക്കിന് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പോവാ. അപ്പോൾ ലക്ഷ്മിക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? മേഘ, നീ വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നുമില്ലമ്മേ. അപ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. എനിക്കറിയാം, അവളെന്തോ പറഞ്ഞു. എന്താ പറഞ്ഞത് എന്ന് നീ പറമോളെ. അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലമ്മേ. അവൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. അവൾ എന്താ പറഞ്ഞതെന്ന് പറമോളെ. മേഘ എന്നെ മനസ്സിലാക്കാതെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിനൊരു വിഷമം. അവൾ എന്താ പറഞ്ഞത്? എൻ്റെ കമ്പനിയിൽ വന്ന് ഞാൻ കൂലിക്ക് ജോലി ചെയ്യണമെന്നോ? ഒരു സ്കൂൾ വിദ്യാഭ്യാസം പോലും മര്യാദയ്ക്ക് ചെയ്യാതെ നീ എനിക്ക് ജോലി തരാൻ പോവാണെന്നോ? മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളായിട്ട് ജനിച്ചതുകൊണ്ട് വലിയ ആളാണെന്നാണോ വിചാരം? നാട്ടിൽ നിന്ന് വെറും ഒരു സഞ്ചിയുമായിട്ട് ജോലിക്ക് വന്നവളല്ലേടി നീ. ആണടി നിൻ്റെ ശരിയായ സ്റ്റാറ്റസ്. അവൾ അങ്ങനെ പറഞ്ഞോ? ജോലിയില്ലാതെ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഇവളൊന്നും ഒരിക്കലും മാറില്ല. ഞാനാ എടുത്തു വളർത്തിയ സ്നേഹം കൊണ്ട് അവൾ വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കു ചന്ദ്രികയെ, ഞാനാ തെറ്റ് ചെയ്തത്. അമ്മേ, അവൾ അങ്ങനെ സംസാരിച്ചതിന് അമ്മ എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? മേഘയെ സഹായിക്കണം എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ അവൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമില്ലെന്ന് അവൾ പറഞ്ഞു. ആണ് സിദ്ധു അങ്ങോട്ട് വന്നത്. എന്നിട്ട് വിളിക്കാണ്, ചന്ദ്രികയെ നീ എന്തിനാ അവളോടൊക്കെ സംസാരിക്കാൻ പോയേ? ആൻറ്റി, ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ നിങ്ങളെപ്പോലും അവൾ പറ്റിച്ചു. ദയവ് ചെയ്ത് അവളോട് സഹതാപമൊന്നും തോന്നരുത്, പറഞ്ഞേക്കാം. അവൾ ഈ ജന്മത്തിലെന്നല്ല വേറൊരു ജന്മത്തിലും അവൾ മാറാനും പോകുന്നില്ല, മറ്റാർക്കും മാറ്റാനും സാധിക്കില്ല. ചില ജന്മങ്ങൾ അനുഭവിച്ചേ അടങ്ങും. മറ്റുള്ളവർ പറഞ്ഞാലൊന്നും അവർക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി മേലിൽ മേഘയെക്കുറിച്ച് ഒന്നും സംസാരിക്കരുത്. അവളുടെ കാര്യമേ അങ്ങ് വിട്ടേക്ക്. കാരണം അവൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി അവളെ ആൻറ്റി സഹായിക്കാൻ പോയാൽ അവസാനം കഷ്ടപ്പെടാൻ പോകുന്നത് ആൻറ്റി ആയിരിക്കും, ഞാൻ പറഞ്ഞേക്കാം. മേഘ ആൻറ്റിയുടെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും ആൻറ്റി അവളെ സ്വന്തമായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ടാണ് അവൾ കഷ്ടപ്പെടുമ്പോൾ ആൻറ്റി ഇങ്ങനെ സഹായിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻറ്റി ആർക്ക് വേണമെങ്കിലും സഹായം ചെയ്തോ, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആൻറ്റി മേഘയെ മാത്രം സഹായിക്കരുത്. ചന്ദ്രികയെ, മേഘ നിന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ദയവ് ചെയ്ത് നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ശരി അമ്മേ. അമ്മേ, എനിക്ക് നടക്കാൻ വയ്യമ്മേ. കാലൊക്കെ വല്ലാതെ വേദനിക്കുന്നു. മേഘ സ്കൂളിൽ കൊണ്ടുപോയിടാൻ പോവുകയാണ്. അമ്മേ, എന്നെ സ്കൂൾ ബസ്സിലെങ്കിലും അയക്കാമേ. ഏയ്, എനിക്ക് സ്കൂൾ ബസ്സിൽ കൊടുക്കാനൊന്നും പണമില്ല. മിണ്ടാതെ വാ. ഞാൻ നടന്നു പോകുന്നത് കൊണ്ട് എന്നും സ്കൂളിൽ ലേറ്റായിട്ടാണ് എത്തുന്നത് അമ്മേ. അല്ലാതെ ക്ഷീണം തോന്നുന്നു അമ്മേ. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് പഠിക്കണം. വാ. ആ അമ്മേ. അമ്മേ, എന്നെ സ്കൂൾ ബസ്സിലെങ്കിലും അയക്കമ്മേ. ഞാൻ ചന്ദ്രിക ആൻറ്റിയുടെ കൂടെ സ്കൂളിൽ പോയിക്കോളാം. ഈ സമയം ചന്ദ്രികയുടെ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നീ അടി വാങ്ങിക്കും. മര്യാദയ്ക്ക് വരുന്നുണ്ടോ നീ? അപ്പോൾ പുറകിൽ നിന്നും ലക്ഷ്മി വിളിക്കുകയാണ്, എടി മേഘ. അമ്മേ. എന്താ അമ്മേ? മേഘ, അവിടെ നിൽക്ക്. എന്താടി, എന്തിനാ പ്രിയയെ കരയിപ്പിച്ചു കൊണ്ട് പോന്നേ? അപ്പം തന്നെ മേഘ പറയാണ്, നടന്നാ കാല് വേദനിക്കുമെന്ന്. ഈ പ്രായത്തിൽ നടക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിന്നെ ഞങ്ങൾ കോൾമെൻറ്റിലാണ് പഠിപ്പിച്ചത്. നിനക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കേണ്ടി വന്നിട്ടുണ്ടോ? കാറിലും സ്കൂൾ ബസ്സിലും ഒക്കെ സൗകര്യത്തോടെയല്ലേ നീ പോയത്? ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും നിനക്ക് സൗകര്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ വളർത്തിയത്. എന്നിട്ട് നീ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവൾ അനാവശ്യമായിട്ട് നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? സ്കൂൾ ബസ്സിൽ പോകണം എന്നല്ലേ അവൾ ആവശ്യപ്പെട്ടുള്ളൂ. ദേ നോക്ക്, എൻ്റെ കുടുംബകാര്യത്തിൽ നിങ്ങൾ വെറുതെ തലയിടണ്ട. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട ചന്ദ്രികയോട് സംസാരിച്ച് നിനക്ക് ജോലി തരാൻ പറഞ്ഞത്. എന്നിട്ട് നീ അവളെ അപമാനിച്ചു സംസാരിച്ചു. ചന്ദ്രികയ്ക്ക് നിൻ്റെ അത്ര വിദ്യാഭ്യാസം ഇല്ല. നിന്നെപ്പോലെ ഇംഗ്ലീഷ് പറയാനും അറിയില്ല. പക്ഷേ ഇന്ന് ബിസിനസ്സിൽ അവൾ വിജയിച്ചെങ്കിൽ അത് അവളുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടും കൊണ്ട് മാത്രമാണ്. നിനക്കങ്ങനെ അധ്വാനിക്കാനും പറ്റില്ല, കഷ്ടപ്പെടാനും പറ്റില്ല. നിൻ്റെ ഒരൊറ്റ അഹങ്കാരം കൊണ്ടാണ് നീ ഇങ്ങനെയായിപ്പോയത്. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? നിന്നോട് ദയ തോന്നി ചന്ദ്രികയെ നിന്നോട് സംസാരിക്കാൻ വേണ്ടി അയച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു.
നിൻ്റെ മേൽ ഒരു മുള്ളു പോലും കൊള്ളാതെ ഞാനും നിൻ്റെ അച്ഛനും പൊന്നാരിച്ച വളർത്തിയത്. എന്നാൽ ഇന്ന് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാനാണ് എൻ്റെ ചന്ദ്രികയോട് പറഞ്ഞത്, ജീവിതം മുഴുവനും നീ ഇങ്ങനെ കഷ്ടപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നീ കാരണം ഈ കുഞ്ഞു കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നത്. പെട്ടെന്ന് തന്നെ മേഘ പറയാണ്, നിങ്ങളുടെ വേദന കൊണ്ടുപോയി ചവറ്റുകൊട്ടയിൽ ഇട്. പ്രിയ വാ അമ്മ, പ്ലീസ് അമ്മ പ്ലീസ് വാടി ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. ഇവള് നന്നാവാനേ പോകുന്നില്ല. ഇവളും അടക്കിയല്ലേ പാവം തോന്നുന്നത്. എനിക്ക് ഇതും കിട്ടണം, ഇതിനപ്പുറം കിട്ടണം. പിന്നെ കാണിക്കുന്നത് മഹേഷ് ഒരു തട്ടുകടയിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ അതുവഴി കാറ് നിർത്തിയിട്ട് സിദ്ധു പോവുകയാണ്. അപ്പോൾ സിദ്ധുവിനെ മഹേഷ് കാണുകയാണ്. അപ്പോൾ തന്നെ മഹേഷ്, ഏയ് സിദ്ധു സാർ, ഏയ് മഹേഷ്. സിദ്ധു ചിരിച്ചുകൊണ്ട് മഹേഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. സാർ, എന്താ സാർ? നമസ്കാരം സാർ. എന്താ മഹേഷ് ഈ വഴിയൊക്കെ? സാറ് ചായ കുടിക്കുന്നോ? അയ്യോ വേണ്ട, സമയമായി, ഞാൻ പോവാ. ഞാനൊരു ഓട്ടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഓട്ടോ ഒക്കെ എങ്ങനെ പോകുന്നു? ചിലപ്പോഴൊക്കെ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോഴൊക്കെ ഭയങ്കര ഡള്ളാ. ഓ, ഒരു മാസം EMI അടക്കാൻ തന്നെ ഭയങ്കര പാടാണ്. റെഗുലറായിട്ട് ഒരു ഓട്ടം കിട്ടിയിരുന്നെങ്കിൽ EMI അടക്കാൻ ഒരു പാടില്ലായിരുന്നു. സാറിനെ കൊണ്ട് എനിക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? സാറിന് അറിയാവുന്ന കമ്പനിയിലൊക്കെ പറഞ്ഞാൽ അവിടുന്നൊക്കെ നല്ല ഓട്ടം കിട്ടുവാണെങ്കിൽ ഒരു തുച്ഛമായ ശമ്പളം കിട്ടുമായിരുന്നു. അങ്ങനെ റെഗുലറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാമായിരുന്നു. മാസാമാസം ഒരു എമൗണ്ടും കിട്ടും, EMIയും അങ്ങ് അടഞ്ഞു പോകും. ശരി മഹേഷ്, എനിക്കറിയാവുന്നൊരു 4-5 കമ്പനിയുണ്ട്, അവിടെ അന്വേഷിച്ച് നോക്കാം. ശരി സാർ, ഒരുപാട് നന്ദിയുണ്ട്. സാർ, ഒരു ചെറിയ റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്താ പറയൂ മഹേഷ്? മലറിനെയും പ്രിയയെയും ഞാൻ തന്നെ ഡെയിലി സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. ചന്ദ്രിക മലറിനെ ഡെയിലി സ്കൂട്ടറിലല്ലേ കൊണ്ടുപോകുന്നത്? 2 വീലറിൽ പോകുന്നത് അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ഞാൻ തന്നെ ഓട്ടോയിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ പ്രിയ സ്കൂളിലേക്കും നടന്നു തന്നെയല്ലേ പോകുന്നത്. ഞാൻ തന്നെ കുട്ടികളെ 2 പേരെയും സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കൊരു ഓട്ടവും കിട്ടും, കുട്ടികൾ 2 പേരും നല്ല സേഫ് ആയിരിക്കുമല്ലോ. സിദ്ധു അത് കേട്ട് കുറച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയാണ്, മറത്തൊന്നും പറയല്ലേ സാർ, ഈ ഒരു ചെറിയ സഹായമെങ്കിലും സാർ എനിക്ക് ചെയ്തു തരണം. ശരി മഹേഷ്, നാളെ മുതൽ മലരിനെയും പ്രിയയെയും നീ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തോ? ഒരുപാട് സന്തോഷമായി സാർ, താങ്ക് യു സോ മച്ച് സാർ. എന്നാലും ഈ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ചന്ദ്രികയോട് ചോദിച്ചിട്ട് മഹേഷിനോട് നാളെ ഈ കാര്യം പറയാം, എന്നിട്ട് വന്നാൽ മതി കേട്ടോ. ശരി സാർ. ചന്ദ്രികയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് വേണ്ട എന്നേ പറയൂ, എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം സാർ. ശരി, ഞാൻ നാളെ അന്വേഷിച്ചിട്ട് പറയാം മഹേഷ്. ശരി, ഓക്കെ. ഞാൻ എന്തായാലും ചന്ദ്രികയോടൊന്ന് സംസാരിക്കട്ടെ. ശരി, പോയിട്ട് വാ. സിദ്ധു പോയതിന് ശേഷം മഹേഷ് പറയാണ്, ചന്ദ്രികയെപ്പറ്റി നിനക്കൊരിക്കലും മനസ്സിലായിട്ടില്ല സിദ്ധാർത്ഥ്. ചന്ദ്രികയെ എനിക്ക് നന്നായിട്ടറിയാം. ചന്ദ്രിക ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. പക്ഷേ നീ എനിക്ക് വേണ്ടി ചന്ദ്രികയോട് വഴക്കുണ്ടാക്കും. നീ എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി നീ ശ്രമിക്കും. അതിനുവേണ്ടി നീ ചന്ദ്രികയെ എതിർത്ത് സംസാരിക്കുകയും ചെയ്യും. സിദ്ധാർത്ഥേ, നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ സഹായവും നീ തന്നെ അനുഭവിക്കുന്ന കെണിയായി മാറും. പതുക്കെ ഞാൻ നിങ്ങളിലേക്ക് കടന്ന് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് വേർതിരിക്കാൻ പോകുന്നത് എന്ന് കണ്ടോ. പിന്നെ അടുത്തത് മലറിനെ ചന്ദ്രിക പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മലർ ഇങ്ങ് തന്നെ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് മെല്ലെ ചന്ദ്രികയുടെ അടുത്തേക്ക് പോവാം. സാർ, ചന്ദ്രികയെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? അതെ സാർ, എക്സാം വരികയല്ലേ, അതാ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശരി, നീ അവൾക്ക് മാത്സ് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മുകളിലേക്ക് വരാമോ? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. നിന്നോട് കുറച്ച് സംസാരിക്കണം. ശരി സാർ, ഓക്കെ. ബായ് മോളെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ, ബായ്. പിന്നെ ചന്ദ്രിക പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മലർ പറയാണ്, അമ്മേ എനിക്ക് ഉറക്കം വരുന്നത് പോലെയുണ്ട്, നമുക്ക് പോയാലോ? ശരി മലർ, ഉറങ്ങിക്കോ. അമ്മയും എൻ്റെ കൂടെ വാ അമ്മേ. നീ റൂമിൽ പോയി കിടക്കും മോളെ, അമ്മ സിദ്ധു സാറിനോട് സംസാരിച്ചിട്ട് വേഗം വരാം. വേണ്ട അമ്മേ, അമ്മ വന്നാലേ ഞാൻ ഉറങ്ങൂ. വരാടാ. പോയി റൂമിൽ പോയിട്ട് പല്ല് തേച്ച് ഒക്കെ അവിടെ നിൽക്ക്. അപ്പോഴേക്കും അമ്മ സിദ്ധു സാറിൻ്റെ അടുത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് വേഗം വരാം. ഇല്ല, അമ്മയും എൻ്റെ കൂടെ തന്നെ വാ. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? സിദ്ധു സാർ എന്തോ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞില്ലേ, അമ്മ പോയി സംസാരിച്ചിട്ട് വേഗം വരാം.
എഴുന്നേൽക്ക്, ഇതൊക്കെ എടുത്ത് റൂമിലേക്ക് പോയിക്കോ. ഓ മോളെ, അമ്മ ഇപ്പോൾ വരാം. ഇപ്പോൾ മലറിന് വല്ലാത്ത ദേഷ്യ. ഞാൻ സിദ്ധു സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ സിദ്ധു അവരോട് ഫോണിൽ സംസാരിക്കുകയാണ്. ശരി, നാളെ ഞാൻ നേരിട്ട് വരാം. എന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം. ശരി, നാളെ രാവിലെ 10 മണിക്ക് എന്നെ വിളിക്കാവോ? ശരി, അപ്പോൾ കാണാം. ചന്ദ്രികയെ, എന്താ സാർ? എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ല, നേരത്തെ കുറച്ച് ഫ്രീ ആയിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസൊക്കെ ആയല്ലോ, അതുകൊണ്ട് നിൻ്റെ ജോലിയൊക്കെ കുറച്ച് കുറക്കണം എന്ന് തോന്നുന്നു. സാർ, ഞാൻ എന്ത് ജോലിയാണ് സാർ ചെയ്യുന്നത്? എല്ലാ ജോലിയും സാറ് തന്നെയല്ലേ ചെയ്യുന്നത്? ഞാൻ സാറിന് വെറും ഒരു സപ്പോർട്ടാണ്, അത്രയല്ലേ ഉള്ളൂ. അതല്ല ചന്ദ്രികെ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈവനിങ് ടൈമിൽ നമുക്കെപ്പോഴും ക്ലൈം മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നീ മലറിനെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്ന് പറ. അപ്പോൾ ആ സമയത്ത് താൻ ബ്രേക്ക് ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ട് അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നീ ഫ്രീ ആയിരിക്കുന്നതല്ലേ നല്ലത്. എത്ര നാളെന്ന് വെച്ചാൽ നീ ഇങ്ങനെ മലറിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും സ്കൂളിൽ നിന്നും കൂട്ടി വരുന്നതും ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ നീ തന്നെ ക്ഷീണിക്കും ചന്ദ്രികയെ. എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നിനക്ക് വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മലറിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവന്ന് ആക്കാനും ഒരാളെ ആക്കിയാലോ? അതെ സാർ, ഞാനും ഇതിനെക്കുറിച്ച് ആലോചിച്ചതാ. പാവം പ്രിയയും സ്കൂളിലേക്ക് നടന്നാ പോകുന്നത്. മലറിനെയും പ്രിയയെയും ഒരുമിച്ച് സ്കൂളിലേക്ക് അയച്ചാൽ നന്നായിരിക്കില്ലേ? ശരിയാ ചന്ദ്രികെ, മലരും പ്രിയയും ഓട്ടോയിൽ സ്കൂളിലേക്ക് രണ്ടുപേരും ഒക്കെ തന്നെ പോയിട്ട് വരട്ടെ. അതിന് നമുക്ക് വിശ്വസ്തരായ ഒരു ഡ്രൈവറും ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ സാർ? സാറ് തന്നെ സംസാരിച്ചോളൂ. മലറിനെയും പ്രിയയെയും സുരക്ഷിതമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി വരണം. ആ ഡ്രൈവറോട് നിനക്ക് സംസാരിക്കണ്ടേ? ഞാൻ എന്തിനാ സാർ സംസാരിക്കുന്നത്? സാറ് സംസാരിച്ചാൽ മതിയല്ലോ. ചന്ദ്രികയെ, നീ സമ്മതിക്കും എന്ന ഉറപ്പിലാണ് ഞാൻ ആ ഡ്രൈവർക്ക് വാക്ക് കൊടുത്തത്. നാളെ മുതൽ അയാൾ തന്നെ മലറിനെയും പ്രിയയെയും ഇവിടുന്ന് പിക്ക് ചെയ്യും, പിന്നെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ? ശരി, വരാൻ പറഞ്ഞോളൂ സാർ. ആ ഡ്രൈവർ ആരാണെന്ന് ചോദിക്കുന്നില്ലേ? ആരാ സാർ? ആ ഡ്രൈവർ മഹേഷാണ്. അത് കേട്ട് ചന്ദ്രിക ഷോക്കടിച്ചതുപോലെയായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് എല്ലാവരും പൂക്കെട്ടുന്ന തിരക്കിലാണ്. അപ്പോൾ ആകാശും ആരതിയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ചന്ദ്രിക പറയാണ്, ആകാശ്, അന്ന് നീ താലി കെട്ടുന്നത് നിൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല. ഇപ്പോൾ അവർ നിങ്ങളെ മനസ്സ് തുറന്നു സ്വീകരിച്ചു. ഇനി അവരുടെ അനുഗ്രഹത്താൽ നിങ്ങൾ താലി കെട്ടണം. എല്ലാം കഴിഞ്ഞ് ആരതി പറയാണ്, ചേച്ചി ചെയ്ത ഈ സഹായം ജീവനുള്ളിടത്തോളം കാലം ഞാനും ആകാശും മറക്കില്ല. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്കും സന്തോഷം. അമ്മേ, പോയിട്ട് വരാം. സൂക്ഷിച്ചു പോ മോളെ. സിദ്ധു, ഞാൻ പോയിട്ട് വരാം. ശരി, ബായ് സിദ്ധു. ആരതിയും ആകാശും പോകുന്നത് നോക്കി നിൽക്കുകയാണ്. സിദ്ധുവും ചന്ദ്രികയും മറ്റുള്ളവരൊക്കെ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.